മേഘാലയയിൽ മധുവിധു ആഘോഷത്തിനെത്തിയ ദമ്പതിമാരിലൊരാൾ കൊല്ലപ്പെട്ടതിൻ്റെ ചുരുള് തേടി പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് വമ്പൻ ലിസ്റ്റിൽ. ഭാര്യയും കാമുകനും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്ന കണ്ടെത്തൽ പോലീസിനെ പോലും ഞെട്ടിച്ചു. ഇൻഡോറിൽ നിന്നുള്ള രാജാ രഘുവംശി, ഭാര്യ സോനം എന്നിവരാണ് വിവാഹം കഴിഞ്ഞ് 10ാം നാൾ മധുവിധു ആഘോഷിക്കാനായി മധ്യപ്രദേശിൽ നിന്ന് മേഘാലയയിലെത്തിയത്. ഷില്ലോങ്ങിൽ പലയിടങ്ങളിലായി ഇരുവരും 2 ദിവസം കറങ്ങി. പിന്നാലെയാണ് ദമ്പതിമാരെ കാണാതായത്. ഇവരുടെ തിരോധാനം സംബന്ധിച്ച് പോലീസ് പല തലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും തുമ്പുണ്ടായില്ല. ഒടുക്കം ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തിയത്. തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായി പോലീസ്. സോനവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത്. ഇതിനിടെ തൻ്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും കൊല്ലപ്പെട്ടതുപോലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും വിമർശിച്ച് സോനത്തിൻ്റെ സഹോദരൻ മുന്നോട്ട് വന്നു. പഴുതുകളടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ പക്ഷേ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു. കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഭാര്യ കൊലയാളിയാവുന്നു. കാമുകനും വാടക കൊലയാളികളും ചിത്രത്തിലേക്ക് കടന്നുവരുന്നു. സിനിമാ കഥയെ കവച്ചുവെക്കുന്ന കഥാഗതിയും ക്ലൈമാക്സുമാണ് ഈ അന്വേഷണത്തിലുള്ളത്. ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോയാൽ മെയ് 11-നാണ് ഇരുവരും വിവാഹിതരായത്. 2025 മെയ് 11 ഇൻഡോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. വിവാദങ്ങൾക്കിടയിലെ ഇവരുടെ വിവാഹ വീഡിയോ പുറത്തു വന്നിരുന്നു. ചുവപ്പ് സാരി ധരിച്ച സോനത്തിൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന രാജ. ദൃശ്യങ്ങളിൽ ഇരുവരെയും വളരെ സന്തോഷത്തോടെയാണ് കാണപ്പെട്ടത്. വിവാഹം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുവിധു യാത്രയ്ക്ക് പദ്ധതിയിട്ടു. കാശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി. അങ്ങനെ മെയ് 20-ന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി. കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. തുടർന്ന് 21-ന് വൈകിട്ട് 6-ഓടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി. അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ അന്നു രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു. 3 ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൗസ് മാനേജരെ അറിയിച്ച് ഇരുവരും നേരെ പൂഞ്ചിലേക്ക് വണ്ടി വിട്ടു. അന്നു വൈകിട്ട് ഈസിഗാസി ഹിൽസിലെ മൗലഖിയാത്ത് ഗ്രാമത്തിലെത്തി. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രെക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലഖിയാത്തിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെയുണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതായതായി വാർത്ത പരന്നു. കാണാതാവുന്നതിന് മുൻപ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാവിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. പിന്നീട് 2 പേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഗാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു. ഇത് സംശയത്തിന് ഇടയാക്കി. സ്കൂട്ടി ഉടമയെ കണ്ടെത്തിയ പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പലയിടത്തും അരിച്ചു പെറുക്കിയിട്ടും ഫലമുണ്ടായില്ല. 10 ദിവസത്തിന് ശേഷം വെയ്സാവ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ രാജയുടെ മൃതദേഹം 100 അടി താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലതു കൈയിലെ രാജ എന്നു പേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത്. സോനവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. 2 ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ടുകൂടി കണ്ടെത്തിയതോടെ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് പിഡെ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മെയ് 23-ന് ഇരുവരെയും കാണാതായ ദിവസം 3 പുരുഷന്മാർക്കൊപ്പം ദമ്പതികളെ കണ്ടെന്ന് ഇദ്ദേഹം മൊഴി നൽകി. രാജയും മറ്റു 3 പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. പിന്നീട് ആ 3 പേരിലേക്കായി പോലീസിൻ്റെ അന്വേഷണം. ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു.
ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും മാരകമായ മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു. സമാന്തരമായി സോനത്തിൻ്റെ കോൾ റെക്കോർഡുകൾ വഴിയും ഒരന്വേഷണം നടത്തി. ഇതോടെ രാജ് കുശ്വാഹ എന്ന ആളുമായി സോനം പതിവായി ബന്ധപ്പെടുന്നുണ്ടുവെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിക്ക് കൂടി നീക്കി. സോനത്തിൻ്റെ സഹോദരൻ്റെ കടയിലെ ജോലിക്കാരനായിരുന്നു രാജ് കുശ്വാഹ എന്നാണ് കുടുംബം പറയുന്നത്. സോനവും കുശ്വാഹവും തമ്മിൽ ഏറെ നേരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി. ഇതിനിടെ ലളിത്പൂരിൽ വെച്ച് നേരത്തെ ദമ്പതിമാർക്ക് ഒപ്പം ഉണ്ടായിരുന്നവരിലെ ആകാശ് രാജ്പുത് എന്നയാളെ കൂടി പിടികൂടി. വിശാൽ, രാജ് കുശ്വാഹ എന്നിവരെ ഇൻഡോറിൽ വെച്ചും പിടികൂടി. ആനന്ദ് എന്നയാളെ സാഗറിൽ നിന്നും അറസ്റ്റ് ചെയ്തു. രാജ് കുശ്വാഹയാണ് കൊലപാതകത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് പോലീസ് കണ്ടെത്തി. കൊല നടത്തി മേഘാലയയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് മുങ്ങിയതായിരുന്നു സോനം. രാത്രി 1 മണിയോടെ അവിടെ ഒരു തട്ടുകടയിലെത്തി ഉടമയോട് ഒരു കോൾ ചെയ്യുന്നതിന് ഫോൺ ആവശ്യപ്പെട്ടു. കുടുംബത്തെ വിളിച്ച് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞെന്ന് കടയുടമ സാഹിൽ യാദവ് പറയുന്നു. അവൾക്ക് മാനസിക പ്രശ്നമുള്ളതായി തോന്നിയിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബാംഗവുമായി സംസാരിച്ച ശേഷം അവൾ നിൽക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞുകൊടുത്തു. പിന്നാലെ സഹോദരൻ വിളിച്ച് അവൾ അവിടെയുള്ളതായി പോലീസിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടെന്നും സാഹിൽ പറയുന്നു. തുടർന്ന് സോനം സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം സോനം 3 പേരുമായി ഗുവാഹട്ടിയിലേക്കാണ് പോയത്. തുടർന്ന് പോലീസ് കണ്ടെത്താതിരിക്കാൻ അവിടെ നിന്ന് വേർപിരിഞ്ഞു. രാജയെ വിജനമായ ഒരിടത്തേക്ക് സോനം തന്ത്രപൂർവ്വം എത്തിക്കുകയായിരുന്നെന്നും അവിടെ കാത്തുനിന്ന പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സോനം ഹണിമൂണിനു മുന്നേ തന്നെ കൊലപാതകത്തിനും അത് കഴിഞ്ഞുള്ള കവർച്ചയ്ക്കും പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചാണ് രാജ മധുവിധുവിന് എത്തിയത്. സോനവും രാജയും അവരവരുടെ വീടുകളിൽ നിന്നാണ് വിമാനത്താവളത്തിൽ എത്തിയത്. മുഴുവൻ ആഭരണവും ധരിച്ചു പോകുന്നതിനെ വീട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ സോനം പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നതെന്നും അവൾക്ക് അങ്ങനെയാണ് തന്നെ കാണാൻ ആഗ്രഹമെന്നും രാജ മാതാപിതാക്കളോട് പറഞ്ഞു. ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 10 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങളുണ്ടായിരുന്നു. മാത്രവുമല്ല, സോനം യാത്ര കഴിഞ്ഞുള്ള മടക്ക ടിക്കറ്റ് എടുത്തിരുന്നുമില്ല. ഷില്ലോങ് എന്ന സ്ഥലം തീരുമാനിച്ചതും യാത്രയിലുടനീളമുള്ള ബുക്കിങ്ങും മറ്റു കാര്യങ്ങളുമെല്ലാം തീരുമാനിച്ചതും സോനം തന്നെയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇവൾക്ക് ഭർത്താവിനെ കൊന്നുകളയാൻ ഒരു പ്ലാൻ ഉണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ കാമുകൻ്റെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ എന്തിനാണ് ആ പാവത്തിനെ വിവാഹം കഴിച്ചത്? അവൻ്റെ ജീവനും ജീവിതവും എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്?